വെഡിങ് ഇൻഡസ്ട്രിയിലെ ഒരു വെഡിങ് പ്ലാനറിന്റെ റോളൊക്കെ? ഒരു വെഡിങ് പ്ലാനർ എന്ന് വെച്ചാൽ is a person who comes with the family. ആദ്യം അതായത് ഒരു കല്യാണം ഉറച്ചു അല്ലെങ്കിൽ കല്യാണം ഒരു വീട്ടിൽ തീരുമാനിച്ചു കഴിഞ്ഞ ആ ഒരു ഫേസിൽ ഒരു വെഡിങ് പ്ലാനർ അപ്പം മുതലാണ് ഓൺ ബോർഡ്. ഓരോ ഫാമിലിക്ക് അതിൻ്റെതായ ടൈപ്പ് ഓഫ് ഗെസ്റ്റ് ഉണ്ടാവും. സോ അപ്പൊ എത്ര ഫംഗ്ഷൻസ് വെക്കണം, എങ്ങനെ ഫംഗ്ഷൻസ് വെക്കണം, വാട്ട് കൈൻഡ് ഓഫ് തീം, പിന്നെ ഇതിന് ഗോ ടു ദ ഡെക്കോർ, എന്ത് തീംസ് ആയിരിക്കും, ഡെക്കോർ ബേസ്ഡ് ഓൺ ദ തീം, പിന്നെ ടൈം ലൈൻ, സമയത്തിന് കാര്യങ്ങൾ ചെയ്യാൻ, ഇൻവിറ്റേഷൻ എല്ലാം. സോ ആ ഒരു രീതിയിലാണ് ഒരു വെഡിങ് പ്ലാനറുടെ റോൾ വെഡിങ്ങിൽ വരുന്നത്. നിങ്ങൾ ഈ വെഡിങ് ഇൻഡസ്ട്രിയിലായിട്ട് 15 വർഷത്തോളം ഈ വെഡിങ് പ്ലാനേഴ്സിന്റെ ഇൻഫ്ലുവൻസിനെ ഇതിൽ രണ്ട് ഫേസ് ആണ് ഈ വെഡിങ് പ്ലാനേഴ്സിന്റെ. ഒന്ന്, ഈ വെഡിങ് പ്ലാനേഴ്സ് ബിക്കം ദ പാർട്ട് ഓഫ് ദ ഫാമിലി. അതായത് മുമ്പ് ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ, ഒരാള് ഒരു കാരണവർ നിന്നുകൊണ്ട് ചെയ്യുന്ന ആ റോളെല്ലാം എടുക്കുന്ന വെഡിങ് പ്ലാനറാണ്. അവർ മൊത്തം കാര്യം പ്ലാൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. രണ്ടാമത്, ഈ വെഡിങ് പ്ലാനർക്ക് മാർക്കറ്റിനെ പറ്റിയും മാർക്കറ്റിലെ അവൈലബിലിറ്റിനെ പറ്റിയും ഈ ലേറ്റസ്റ്റ് ട്രെൻഡിനെ പറ്റിയുള്ള നോളജ്, ഇത് രണ്ടും കൂടെ മിക്സ് ആവുന്നതാണ് ഒരു വെഡിങ് പ്ലാനറുടെ സക്സസ്. അപ്പോൾ ഒരു സക്സസ്ഫുൾ കൺസൾട്ടൻസി ഒരു വെഡിങ് പ്ലാനർ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ സക്സസ്ഫുൾ കൺസൾട്ടൻസി കൊടുക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ. ഒന്ന്, ഒരു ഡ്രീം ചെയ്യുന്ന ഒരു ബ്രൈഡിന് ഗൂഗിളിലൊക്കെ നോക്കി എല്ലാം പഠിച്ചു വരുന്ന ബ്രൈഡിന് ഗ്രൂമിനോ അവർക്ക് വേണ്ട സാധനം എല്ലാം കൊടുക്കാൻ പറ്റുന്നു. രണ്ടാമത്, അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് അവർക്ക് വേണ്ട ഓപ്ഷനിലുള്ള, അതായത് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. വെഡിങ് പ്ലാനേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ചെലവ് കൂടുന്നു എന്നൊരു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും? നല്ല വെഡിങ് പ്ലാനേഴ്സിന് എപ്പോഴും നല്ല സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇന്ന സാധനം മേടിക്കണ്ട, പകരം അതിനെക്കാളും കുറഞ്ഞ റേറ്റിൽ അതേ ഫീൽ ഉള്ള വേറൊരു സാധനം അവൈലബിൾ ആണെന്നുണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മളിപ്പം ടേൺകീയിലേക്ക് പോകുന്നത്. ടോട്ടൽ സൊല്യൂഷൻ. ഒരു സ്ഥലത്ത് എക്സ്പെൻസ് കുറയ്ക്കണമെങ്കിൽ, ഏത് സ്ഥലത്ത് കുറയ്ക്കുകയാണെങ്കിൽ നമ്മളെ പുറത്ത് നോക്കുന്ന ആൾക്കാർക്ക് മാറ്റ് കുറയാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ഈ ഒരു മൊത്തം ബഡ്ജറ്റിലേക്ക് ഈ സാധനം കൊണ്ടുവരാൻ പറ്റും എന്നല്ല നമുക്കറിയാം. ഈ മെയിൻ പോയിന്റ് ഈസ്, നമ്മൾ ബൾക്കായി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരെയും സോഴ്സ് ചെയ്യേണ്ടത്. പിന്നെ വേസ്റ്റേജ് ഉണ്ടാവില്ല. ഒരു സ്ഥലത്ത് വേസ്റ്റേജ് ഉണ്ടാവില്ല. 10,000 സ്ക്വയർ ഫീറ്റ് 12 സ്ഥലത്ത് ആൾക്കാർ 70,000 സ്ക്വയർ ഫീറ്റ് 12, 15,000 സ്ക്വയർ ഫീറ്റ് 12, ഇതിനൊരു കണക്കുണ്ടാവില്ല. നമ്മുടെ സൊല്യൂഷൻസ് ഒരു വെഡിങ് പ്ലാനർ ത്രൂ, നല്ലൊരു ബാക്കപ്പ് ടീമുള്ള വെഡിങ് പ്ലാനർ ത്രൂ പോകുന്ന സമയത്ത് എപ്പോഴും കറക്റ്റ് യൂസ് ആയിരിക്കും എല്ലാ സാധനങ്ങളും. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കും, ഒരു 100 പാക്സ് കൂടുതൽ പറഞ്ഞോ കുറച്ച് പറഞ്ഞോന്നുള്ളു. മറ്റുള്ള കാര്യങ്ങൾ ആൾക്കാർ ശ്രദ്ധിക്കില്ല. ഒരു കുറേ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാം, ഒരു അട്ടി കുറേ ചെയർസ് ഇങ്ങനെ അട്ടിക്കിട്ടുണ്ടാവും. വെഡിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെയർസ് അട്ടിക്കിട്ടുണ്ടാവും. കാരണം ഒരു കണക്കില്ലാതെ കുറേ ഒരു വെഡിങ് കാർഡ് പ്രിന്റ് ചെയ്യുന്നത് മുതൽ ലാസ്റ്റ് എന്റെ ഒരു ഫിനിഷിംഗ് ഹണിമൂൺ വരെയുള്ള പ്ലാനിങ്ങുകൾ കംപ്ലീറ്റ് നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവും, കൃത്യമായ പ്ലാനിങ് ഉണ്ടാവും. വെഡിങ് എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമായിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ വെന്യൂവിൽ വന്നിട്ട് ആൾക്കാർക്ക് വളരെ സ്വസ്ഥമായിട്ട് വന്ന് ഈ വെഡിങ്ങിൽ പങ്കെടുത്ത് മീറ്റ് ആൻഡ് ഗ്രീറ്റ് ആൾക്കാരെ കണ്ട് വന്ന് പാർക്കിൽ പോകാൻ പറ്റുക, തിരിച്ചെടുത്ത് പോകാൻ പറ്റുക എന്നുള്ളത്. രണ്ടാമത്തത് ഫുഡ് നന്നാവണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തതാണ് മൊത്തം ആംബിയൻസ്, അതിന്റെ ഡെക്കോർ, അതിന്റെ ഭംഗി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, കളർ, തീം. രസകരമായി പറഞ്ഞിരുന്ന കാരണന്മാരെ നിങ്ങളൊന്നും ഒതുക്കി പകരം കാരണന്മാർക്കൊക്കെ അവരുടെ വേറെ പുറത്തേക്ക് ഈ സാധനം ചെയ്യുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. ഞങ്ങൾ കൂടുതലും ഈ വീട്ടിലെ കാരണവന്മാരെ തന്നെ മുന്നിൽ നിർത്തി തന്നെ നമ്മൾ അങ്ങനത്തെ ഡെലിക്കസീസ് വളരെ ഇമ്പോർട്ടന്റ് ഒരു ഫാമിലി, എസ്പെഷ്യലി വെഡിങ്ങില്. ഇതൊരു ചെറിയ കാര്യം മതി. ഇപ്പോഴത്തെ ഈ കെട്ടാൻ പോകുന്ന പയ്യനോ അല്ലെങ്കിൽ ഗ്രൂമോ ബ്രൈഡോ അവരുടെ ആൾക്കാരുമായിട്ട് വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്ത് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഡയറക്റ്റ് ക്ലൈന്റ് ഡിസ്കഷൻ ഇല്ലെങ്കിൽ ഞങ്ങൾ ആ വെഡിങ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ ബ്രൈഡുകളുടെ ആ ഒരു ഫാഷനോ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും
ഇപ്പോഴത്തെ ബ്രൈഡ്സ് അവെയർ ഓഫ് ഇറ്റ്, അവർക്ക് അറിയാം, അവർക്ക് നല്ലൊരു നോളജ് ഉണ്ട്. ഇപ്പം പല ബ്രൈഡ്സ് ഇപ്പം നമ്മുടെ ഒരു പ്രോസസ് ചെയ്യുന്ന വി ടോക്ക് ടു ദ ബ്രൈഡ്, വി ടോക്ക് ടു ദ ഫാമിലി, എങ്ങനത്തെ ഫാമിലിയാണ്, എങ്ങനത്തെ ഒരു ബ്രൈഡാണ്, എന്താ അവർക്ക് ഇഷ്ടം. ചില സമയത്ത് അവർക്കൊരു പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അവരുടെ പിൻട്രസ്റ്റ് ബോർഡ് അവരൊക്കെ മനസ്സിലിങ്ങനെ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് സോ അവരൊരു പിൻട്രസ്റ്റ് ബോർഡ് തന്നെ കണ്ടാൽ അറിയാം ഇവരുടെ ടേസ്റ്റ് എന്താ. കല്യാണം കഴിഞ്ഞ ഒരു ടീനേജ് ലെവലിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്ന അതെ, ആദ്യമായിട്ടാണ് വരുന്നത് അവര്, ആദ്യമായിട്ട് വരുന്നത്. അതിനനുസരിച്ച് വി ഹാവ് ടു ഫുൾഫിൽ ദാറ്റ് ഡ്രീം. എന്ന് വെച്ചാൽ ഡ്രീമാണ്. മേജർ വെഡിങ്സ് നടക്കുന്നതെല്ലാം മുംബൈ, ഡൽഹി, നോർത്ത്, ഓക്കെ. അതുപോലെ സൗത്തിൽ ഏരിയ വന്നാൽ നമ്മുടെ ഹൈദരാബാദ്, അത് കഴിഞ്ഞ് താഴോട്ട് ബാംഗ്ലൂർ, ചെന്നൈ വരെ. അതാണ് മെയിൻലി ഇന്ത്യൻ വെഡിങ് എന്ന് പറയാൻ പറ്റുള്ളൂ. കേരള ഇന്ത്യൻ വെഡിങ്ങിൽ വലിയൊരു ഭാഗമല്ല, 1% ഷെയർ പോലും ഇല്ല. ഇന്ത്യൻ വെഡിങ്സ് എടുത്ത മൊത്തത്തിൽ ഇറ്റ്സ് എ ഹ്യൂജ് ഗ്രോത്ത്. ഓക്കെ, ഒരു 25 to 30% ഗ്രോത്ത് ആണ് ഇൻഡസ്ട്രിക്ക് എവറി ഇയർ. കാരണം ആൾക്കാര് കേരളത്തിൽ തന്നെ സ്പെൻഡിങ് കൂടുന്നത് കാണുന്നുണ്ടല്ലോ വെഡിങ്. അതേപോലെ നോർത്തിലൊക്കെ വെഡിങ്ങിന്റെ സ്പെൻഡിന് ഒരു കൈ കണക്കില്ല. ആൾക്കാരെ കൊണ്ട് എന്ത് എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ആൾക്കാർ തയ്യാറാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് വെഡിങ്, ഇന്ത്യൻ വെഡിങ് ഇൻഡസ്ട്രിയിൽ ഡെസ്റ്റിനേഷൻ വെഡിങ്സ്, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യ വളരെ വളരെ ഇപ്പൊ കുറവാണ്. ലൈക്ക് ഉണ്ട്, ലോട്ട് ഓഫ് വെഡിങ്സ് ആർ ഹാപ്പനിങ് ലൈക്ക് ഇൻ ഡൽഹി ആൻഡ് ബോംബെ, ബട്ട് ദേ ടെൻഡ് ടു കീപ് അറ്റ്ലീസ്റ്റ് ഒരു ഫംഗ്ഷനിലും അവർ ഒരു ഡെസ്റ്റിനേഷനിൽ പോയി ചെയ്യുക. ലൈക്ക് ഗോവ ഓർ കേരള is a very good destination. ഒത്തിരി ലൈക്ക് ഇൻ കുമരകം, കോവളം, കൊച്ചിൻ, ഇവിടെ ഒത്തിരി ഡെസ്റ്റിനേഷൻ വെഡിങ്സ് വരാറുണ്ട്. where we interact with അവിടുത്തെ വെഡിങ് പ്ലാനേഴ്സ്, we work with them. നമ്മൾ അവരുടെ കൂടെ വർക്ക് ചെയ്താണ് നമ്മൾ ആ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു സ്റ്റൈലിലും അങ്ങനത്തെ വെഡിങ് കസ്റ്റംസ് വെച്ച് നമ്മൾ കേരളത്തിൽ തന്നെ വെഡിങ്സ് ചെയ്യുന്നു. സോ there are lot of national level wedding planners like that who are pretty വെരി ഗുഡ്. ഇപ്പം നമ്മളിപ്പോ ഈ ഒരു ഇൻഡസ്ട്രിയിലായത് നമ്മൾ പല നമ്മൾ ഒത്തിരി റിസർച്ച് ചെയ്യും. നമ്മുടെ റിസർച്ച് ഇസ് വെരി വാസ്റ്റ്. അപ്പം നമ്മള് ഇന്റർനാഷണൽ വെഡിങ് ഡിസൈനേഴ്സിന്റെയും ആ ഒരു വർക്കും നാഷണൽ വെഡിങ് ഡിസൈനേഴ്സിന്റെ വർക്ക് നമ്മൾ രണ്ടും ഫോളോ ചെയ്യാറുണ്ട്. ബിക്കോസ് കേരളം പോലൊരു സ്ഥലത്ത് നമുക്ക് വളരെ ഒരു ഡൈവേഴ്സ് ഒരു ക്രൗഡാണ്. അതായത് പലയിടത്തും പഠിച്ച് വരുന്ന പിള്ളേരും ഫാമിലീസും NRI സെറ്റിൽ ചെയ്ത് ഇപ്പൊ മലയാളികളാണെങ്കിൽ എല്ലായിടത്തും ഉണ്ട്. സോ അവരുടെ ടേസ്റ്റും അതിനനുസരിച്ച് നമ്മളുടെ ടേസ്റ്റ് അതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം. സോ അതുകൊണ്ട് നമ്മൾ ഈ ഇന്റർനാഷണലും നാഷണൽ ലെവലിലുള്ള ആ ഒരു വെഡിങ് ട്രെൻഡ്സ് ആൻഡ് വെഡിങ് പ്ലാനേഴ്സ് നമ്മുടെ പിയേഴ്സ് ഇൻ ദ ഇൻഡസ്ട്രി നമ്മൾ നോക്കാറുണ്ട്. ബിഗ്ഗസ്റ്റ് വെഡിങ് കുറെ കാരണം കൊണ്ട് നോക്കുമ്പോൾ ബിഗ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിഗ്ഗസ്റ്റ് പ്ലസ് ക്ലൈന്റ് സാറ്റിസ്ഫാക്ഷൻ പ്ലസ് അവർ സാറ്റിസ്ഫാക്ഷൻ പ്ലസ് ക്ലൈൻസ് അവിടെ വരുന്ന ആൾക്കാരുടെ സാറ്റിസ്ഫാക്ഷൻ, ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് KRS രാജ്കേന്റെ മകൻ റമീസിന്റെ വെഡിങ് നിങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇപ്പോഴും തൃപ്തി വരുന്നത്. കണ്ട എപ്പോഴും നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ വാവ് വി ഡൺ ദിസ് എന്ന് തോന്നുന്ന ഒരു വെഡിങ്. അതിന് പല കാരണങ്ങളുണ്ട്. ഇറ്റ് വാസ് ലൈക്ക് നമുക്ക് അതിന്റെ ഏറ്റവും വലിയ ഒരു കാരണം എന്ന് വെച്ചാൽ ഒരു JDT ഇസ്ലാം എന്ന് പറഞ്ഞ വെന്യൂലായിരുന്നു. ഒരു വളരെ റോ ആയിട്ടുള്ള ഒരു വെന്യൂ ആണ്. അവിടെ പോയി കാണുമ്പോൾ കാലിക്കറ്റിൽ വെച്ചിട്ട് വളരെ റോ ആയിട്ടുള്ള വെന്യൂ ആണ്. ആൻഡ് ഇറ്റ്സ് എ ഹ്യൂജ് ഏരിയ. സോ വി ഗോട്ട് ടു ലൈക്ക് കംപ്ലീറ്റ്ലി സീലിംഗ് ഡ്രേപ്പ് ചെയ്ത് മൊത്തം ഒരു ആംബിയൻസ്. അവിടെ വന്ന ആൾക്കാർ പോലും പറഞ്ഞത് JDT പോലെ അല്ല ഇരിക്കുന്നത്. ആരും ഇവരെ ചെയ്യാത്ത രീതിയിൽ, ആർക്കും അത്ര പെട്ടെന്ന് ഇനി ഒരു ആ ലെവലിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ അത്രയും ഔട്ട്സ്റ്റാൻഡിങ്. ക്ലൈന്റ് വിചാരിച്ചതിനെക്കാട്ടും ക്ലൈന്റ് ഡബിൾ, അല്ലെങ്കിൽ അവർ വരുന്ന ആൾക്കാർ വിചാരിച്ചതിനെക്കാട്ടും അവർ വന്ന ആക്ച്വലി ഒരു എക്സ്പീരിയൻസ് എന്നുള്ള പറയുന്ന ഒരു വാവ് ഫീൽ
Even now people refer that. Yeah, Oh, people- ആ wedding നിങ്ങൾ ചെയ്തു അല്ലേ എന്ന് അതുപോലെ ഇങ്ങനെ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാൻ നമുക്കൊരു we feel good about it. So definitely it was one of a very it was a feather in our cap. ഈ വെഡിങ്ങിന് ലാവിഷ്നെസ്സിനെ പറ്റി ചില ആൾക്കാർ പറയാറുണ്ട് വെഡിങ് ലാവിഷായിട്ട് ചെയ്യരുത്. ചില ആൾക്കാർ കോഴ്സ് എനിക്ക് തോന്നുന്നു നിങ്ങൾ പറയാൻ സാധ്യതകളും ഞങ്ങൾ ലാവിഷിനെതിരാണ്, ലാവിഷിനെതിരാണ്. ആവശ്യമുള്ളത് ചെയ്യണം എന്ന് ഞങ്ങൾ പറയുന്നത്. ഞാൻ നിങ്ങള് വെഡിങ് പ്ലാനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലാവിഷ്നെസ് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ? ലാവിഷ് ആവശ്യം അനാവശ്യം രണ്ടും രണ്ടാണ്. അനാവശ്യമായിട്ട് ചെയ്ത് പൈസ ഒഴുക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറെ കാട്ടിക്കൂട്ടലുകൾ, അതാണ് കുറെ ഈ ലാവിഷ് എന്നുള്ളതിന്റെ ഒരു നെഗറ്റീവ് വാക്ക്. റിച്ചസ്റ്റ് പീപ്പിൾ ഇൻ കേരള വാട്ട് വി സീ ഈസ് ദേ ആർ നോട്ട് ലൗഡ്. They don't want to show off. That's what we have seen. Very true. Okay. Very richest Because at the end of the day- billionaires in Kerala. അവരുടെ മക്കളുടെ വെഡിങ് ഞങ്ങൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്, ധാരാളം ചെയ്തിട്ടുണ്ട്. They want to be very settled. കാരണം അവർ ഇരുത്തം വന്ന ആൾക്കാരാണ്. വിവാഹപൂർവ്വമുള്ള 90% ഓഫ് പ്രോബ്ലം ക്യാൻ ബി സോൾവ്. എന്തില് അനാവശ്യമായിട്ട് ആൾക്കാരെ വിളിക്കുന്നത്, ഓക്കെ, എന്തൊക്കെ രീതിയിൽ എവിടെയോ കണ്ടു പരിചയമുണ്ടോ, ഏതൊരു അറിയുന്നുണ്ടാവില്ല, അയാളെ ഞാൻ കണ്ടുപരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്യും. ആ രീതി മാറ്റി, ആ ട്രെൻഡ് മാറ്റി ലിമിറ്റ് ചെയ്യാനുള്ള ഒരു എന്ത് വേണം, ചങ്കൂറ്റം. ബിക്കോസ് വളരെ ക്ലോസ് ആയിട്ട് ആൾക്കാർ മാത്രമേ വരുന്ന സമയത്ത് ആ കപ്പിളിനെ അനുഗ്രഹിക്കുന്നുള്ളൂ, ആശീർവദിക്കുന്നുള്ളൂ, അവർ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ, അവരെന്ത് ചെയ്യുന്നുള്ളൂ, എൻജോയ് ചെയ്യുന്നുള്ളൂ. What does it mean by watermark? See, the name watermark. Watermark is actually, you can see watermark on the currency. It's a security. Okay. Saying that it is visible and it is invisible. Okay. So it's like for any of our event, we will not be so prominent in the crowd. നമ്മളിങ്ങനെ എല്ലാവരും വാട്ടർമാർക്കാണ്, വാട്ടർമാർക്കിന്റെ ബോർഡ് വെക്കുക, വാട്ടർമാർക്കിന്റെ ബിസിനസ് കാർഡ് കൊടുക്കുക. ഇതുവരെ ഈ 15 പോലത്തെ എക്സ്പീരിയൻസിൽ ഞാനോ സോഫിയോ അനുഭവോ ഞങ്ങളൊന്നും ആ ഒരു രീതിയിൽ വർക്ക് ചെയ്തിട്ടില്ല. വിൽ ബി വെരി സൈലന്റ്. ആൻഡ് ഡ്യൂറിംഗ് ദി ഇവന്റ് ഓപ്പറേഷൻ ഓൾസോ നേരത്തെ പറഞ്ഞ പോലെ കാരണവന്മാരെയും ഡ്രൈവറിനെയും അച്ഛനെയും അമ്മേനെയും എല്ലാം തന്നെ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് വി വോണ്ട് ടു ഓപ്പറേറ്റ് ഫ്രം ദ ബാക്ക്. ആൻഡ് ബട്ട് വെൻ വി ഫിനിഷ്, വെൻ വി കംപ്ലീറ്റ് ദ ഇവന്റ്, വി വിൽ ലീവ് എ മാർക്ക്. Okay, and we'll make sure that the client's event is secure with us. Let watermark be a watermark to the wedding industry. That's all I can do. Thank you. Thank you so much. Same time, we really wish all the very best to Wedding Street. Yeah. It's a great thing that you are going ahead with such a And I think it's a very good portal for a lot of the brides, Yeah. who are planning their wedding, to know what is there in the Kerala wedding industry. So we are great job. always with the people who contributing to the industry, because Exactly. that is what we are also trying to do. Okay, all the very best.